ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഈദിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ചെയ്തെടുത്താലോ. ഞാൻ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് 3 മീറ്ററും അതുപോലെ തന്നെ പാൻറ്റിന് വേണ്ടിയിട്ട് 2 മീറ്ററും ഷോളിന് വേണ്ടിയിട്ട് 2.25 മീറ്ററും ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് 5 മീറ്ററുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏത് മെറ്റീരിയലാണോ കട്ട് ചെയ്ത് വാങ്ങുന്നത് അത് തന്നെയാണ് ഷോളിനും കട്ട് ചെയ്ത് വാങ്ങൽ. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങലില്ല. സെയിം മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ഷോളിൻ്റെ സൈഡിലായിട്ട് ലേസോ അല്ലെങ്കിൽ സ്കാലപ്പ് വർക്ക് എന്തെങ്കിലും കൊടുക്കലാണ് ചെയ്യൽ. നമുക്കിനി മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ്ങിലാണ്. ലൈനിങ് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 4.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് 4.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആം ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 7.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ച് സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 35 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലിറ്റഡ് ടോപ്പാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 20 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കറക്റ്റ് അളവെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്ലിറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് 1 ഇഞ്ച് മാത്രമേ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കുന്ന ടൈമിൽ അത് സ്റ്റിച്ച് ചെയ്ത് മടക്കുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്ക് നെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു, 3 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലൂടെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച ലൈനിങ് മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, വരച്ച് കൊടുക്കുക കേട്ടോ. വരച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് 17 ഇഞ്ചാണ് സ്ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു 4.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ 7.5 ആണല്ലോ ആമഹോൾ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു 4.5 കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആമഹോളിൽ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ താഴ്ഭാഗത്തൊരു 60.5 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വരച്ചെടുത്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോപ്പിൻ്റെ കട്ടിങ് ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് നോക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ.
പാൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ മെറ്റീരിയലാണ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ 4ആയിട്ട് 3 ഇഞ്ച് കൂടുതൽ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ താഴ് ഭാഗത്തും മടക്കിയെടുക്കും, അതുപോലെ തന്നെ മുകൾ ഭാഗത്തും നമ്മൾ ആദ്യം ഒന്ന് മടക്കിയെടുക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മടക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കറക്റ്റ് അളവിൽ നിന്ന് ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ കൂടുതലായിട്ട് ലെങ്ത്ത് എടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുക. പാൻറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 40 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ അത്യാവശ്യം വീതി എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാസോ പാൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 15 ഇഞ്ച് വിടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു താഴ്ഭാഗത്ത്. നമ്മളൊരു നോർമൽ പ്ലാസോ പാൻ്റാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ പ്ലാസോ പാൻ്റാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വിഡ്ത്തിലും ലെങ്ത്തിലും തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 2 മീറ്റർ മെറ്റീരിയലിൽ നമ്മൾ 3 ഇഞ്ച് മാത്രമാണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഈ ഒരു കർവിൻ്റെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വിഡ്ത്തിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല വിഡ്ത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മെയിൻ പീസിൻ്റെ കൂടെ നമ്മൾ ഇനി ലൈനിങ്ങും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ഫുള്ളായിട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശം കൂടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ അത് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട്. ബാക്ക് പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ടുള്ളൂ, മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ഷോൾഡർ വൃത്തിയായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ നല്ല ഭാഗം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങും കൂടെ വെച്ചിട്ടാണ് ആദ്യം ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മെയിൻ പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഉണ്ടല്ലോ അതൊന്ന് മടക്കിയിട്ട് അടിച്ച് കൊടുക്കണം കേട്ടോ. 2 മടക്കിയിട്ട് നമുക്ക് അടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലിറ്റഡ് ടോപ്പാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് നിർത്തണം. ഇപ്പോൾ ഞാനിവിടെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഞാനൊന്ന് കെട്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഭാഗത്തും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്ലിറ്റും കൂടെ അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ താഴ് ഭാഗം കൂടെ അടിച്ചെടുക്കുക. സ്ലിറ്റിൻ്റെ ഭാഗത്ത് ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് നമ്മൾ 1 ഇഞ്ചാണ് സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് സ്ലിറ്റും കൂടെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് ഭാഗം കൂടെ ഒന്ന് മടക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. 2 മടക്കായിട്ട് മടക്കുക. എന്നിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ
ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു ടോപ്പാണ്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ നോക്കാം. നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും പാടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആ 2 കർവ് വരുന്ന ഭാഗത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്കത് വൃത്തിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് രണ്ടും നമ്മളൊപ്പം വെക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്കും ബാക്കിലേക്കൊക്കെ ആയിട്ട് പോകും, അപ്പോൾ നമുക്ക് ഒരുമിച്ച് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ലൈനിങ് പീസും അതുപോലെ തന്നെ മെയിൻ പീസും കൂടെ ഒരുമിച്ച് വെക്കുക കേട്ടോ, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ഭാഗം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ 2 കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ 2 കർവ് വരുന്ന ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. 2 കർവിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, 2 കർവും കൂടെ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മൾ മടക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുകൾ ഭാഗത്ത് ആദ്യം മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് എത്രയാണോ വീതി വരുന്നത് ആ ഒരു വീതിക്കനുസരിച്ച് ഒന്നും കൂടെ മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ മടക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണമല്ലോ. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെക്കുന്നത്. എലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോളിൽ ഒരു ലേസ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു ലേസാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പ് ലേസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം സ്കാലപ്പ് ചെയ്തെടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.